അഭിജിത്ത്, അനന്ത് ബ്രോ, ഞാനും ബ്രോയെ പോലെ മുടി കൊഴിഞ്ഞു വന്നും പോയി നിൽക്കണം. നിനക്ക് വന്നും പോയി നിൽക്കുന്ന വ്യക്തി, നിനക്ക് വരുന്നുണ്ടല്ലോ, എനിക്ക് വരുന്നു പോലും ഇല്ല. ഇങ്ങനെ യൂട്യൂബ് ചാനൽ റിയാക്ട് ചെയ്താൽ പോരല്ലോ, ഒരു ഫാമിലി ഒക്കെ വേണ്ടേ? മുടിയും ഫാമിലിയുടെ വലിയ ബന്ധമൊന്നുമില്ല. നമ്മള് മുടി ഇല്ലെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വാട്ട് അബൌട്ട് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ, മുടി കുറഞ്ഞ സ്ഥിതിക്ക് വാട്ട്സ് നെക്സ്റ്റ്? മുടി കുറഞ്ഞ സ്ഥിതിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വേണമെങ്കിൽ, എനിക്ക് നാളെ വേണമെങ്കിൽ പോയി എനിക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നല്ല തഴച്ച മുടിയാക്കി എടുക്കാം. അത്യാവശ്യം ഗ്രാഫ്റ്റ് ഒക്കെ ഉണ്ട് ബാക്കിൽ. ഓക്കെ, വലിയ കാര്യമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ കംഫർട്ടബിൾ ആണ്, ഈ ഒരു ലുക്കിൽ കംഫർട്ടബിൾ ആണ്. എന്റെ ചുറ്റുമുള്ള ആൾക്കാരും എന്റെ ഈ ഒരു ലുക്ക് വെച്ചിട്ട് അവരും ഓക്കെ, അവൻ എങ്ങനെയാണെന്ന് അവർ അക്സെപ്റ്റഡ് ആയി. അന്നേരം പിന്നെ എനിക്ക് അതിനകത്ത് വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചില നാറുകളാണ് ഇങ്ങനെ തഴച്ച് വളർന്ന് മുടി കാണുമ്പോൾ ഉഫ്, പണ്ട് ഞാൻ ഇങ്ങനെ നടന്നതാണ്. എന്റെ ഹെയർ ജേണിയെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ, അത് നിങ്ങൾ കാണണം. അന്ന് ബ്രോയുടെ പെങ്ങളുടെ കല്യാണം കാര്യം നൈസായി പറഞ്ഞൊതുക്കിയെങ്കിലും ഞാൻ ചോദിച്ചിരുന്നു ഇതേ കാര്യം. ഈ കാലത്ത് തലയിൽ മുടി കുറഞ്ഞവരെ പൊതുവെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടാറില്ല. ശരിയായിരിക്കാം, പക്ഷെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം ഉണ്ടെങ്കിലും നമുക്കൊക്കെ ഇക്കാര്യത്തിൽ അതും ഒരു ക്വസ്റ്റ്യൻ ആയി നിൽക്കും. ശരിയാണ്, ഞാനത് തള്ളിക്കളയുന്നില്ല. ഒരുപാട് ആളുകളുടെ കൺസേൺ ആണ്. ഇപ്പം ബ്രോ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പം ആദ്യം നോക്കുന്നത് മുടിയുണ്ടോന്നായിരിക്കും. ചെറുക്കന് വരുമ്പോൾ ഇവൻ മുടിയുണ്ടോ, കഷണ്ടി ആണെങ്കിൽ സത്യത്തിൽ ഒരു ഓൾഡ് ലുക്ക് വരും. പക്ഷെ മുടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓൾഡ് ലുക്ക് അങ്ങ് നല്ല രീതിയിൽ മാറും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. വിശദമായ മറുപടി മേൽ പറഞ്ഞ കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. ഈ Q&Aയിൽ ഇത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ പിന്നെയും ഈ കാര്യത്തിനായി പിന്നെയും കമന്റ് അയക്കും. എന്റെ പൊന്നട പോയി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുടി അല്ല ആക്ച്വലി എനിക്ക് മുടി, ഞാൻ എന്റെ ഉള്ള മുടി വെച്ചിട്ടല്ലേ ഞാൻ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ മുടി കെയർ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിന്റെ വഴിക്കും വിട്ടു. മുടി പോയപ്പോൾ ടെൻഷൻ കാരണം ഉള്ള മുടിയും കൂടെ കൊഴിഞ്ഞു പോയ സമയം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ പണ്ടാരം നോക്കാറില്ല, അതുകൊണ്ട് ഇപ്പോഴും കൊഴിയുന്നുണ്ട്. തൂതറകളായി, അത്ര തന്നെ കാര്യം എന്തുവാ, അതേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാം, ഗ്രാഫ്റ്റ് ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് റിസർച്ച് നടത്തുന്നുണ്ട്. ആരാണ്ട് ഇപ്പം PP05 എന്ന് പറയുന്ന ഒരു സെറം നമ്മുടെ സ്റ്റെം സെല്ലിൽ വരെ പോയി പ്രവർത്തിച്ചിട്ട് അവിടുന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു സാധനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2030 മാർക്കറ്റിൽ വരുമെന്നാണ് തോന്നുന്നത്. ഈ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഫോളിക്കിൾസ്, ഡെഡ് ആവാത്ത ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ ഈ സാധനം ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 and 4 times ഫാസ്റ്റർ ആയിട്ട് മുടി തഴച്ചു വളരുമെന്നാണ് പറയുന്നത്. ഇത് ജീവികളിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വളരെ സക്സസ്ഫുൾ ആണ്. സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഹ്യൂമൻസിൽ ഇതിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. 10-70 പേരെല്ലാം കണ്ട് ട്രയൽ നടത്തുന്നുണ്ട്. ഇതിന്റെ ട്രയൽ എല്ലാം കഴിഞ്ഞ് ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിലോട്ട് അവൈലബിൾ ആവും. അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സ്, PRP ആണെങ്കിലും GFC ആണെങ്കിലും എല്ലാ ട്രീറ്റ്മെന്റ്സും ചിലപ്പം പോവും. ഇപ്പൊ ഹെയർ ട്രാൻസ്പ്ലാന്റ് വരെ ചിലപ്പം അതിന്റെ കാലം കഴിയും. ഇപ്പൊ ഓരോ ടെക്നോളജി വരുന്നതനുസരിച്ച് ഓരോന്നോരോന്ന് വന്നുകൊണ്ട് പോവല്ലോ. ഇടയ്ക്ക് വിഗ് വെച്ചുകൊണ്ട് നടക്കുന്ന ഇത്, ആ സമയത്താണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് വന്നത്. ഇപ്പൊ മുക്കിന് ഇല്ല മൂത്രമൊഴിക്കാതിരിക്കുന്നതിന്റെ കൂട്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ ക്ലിനിക്ക് കേരളത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും. അവിടെ ഒരുത്തും 10 രൂപയ്ക്ക് കൊടുത്ത് അപ്പുറത്തും 5 രൂപയ്ക്ക് ഗ്രാഫ്റ്റ് വിൽക്കും. ആ ഒരു അവസ്ഥയാണ്. ഇനി അടുത്ത ടെക്നോളജി വരുമ്പോഴത്തേക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ ഊത്തും കഴിയും. അങ്ങനെയൊക്കെയാണ് ബ്രോ. അപ്പോ തലയിൽ ഗ്രാഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 2030 വരെയൊക്കെ പിടിച്ചു തന്നാൽ ചിലപ്പോൾ നമുക്ക് ഈ സാധനം വന്ന് 2 കുത്തുമ്പോഴത്തേക്ക് തഴച്ച് വളരും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ കല്യാണം കഴിക്കുന്ന പെണ്ണ് എന്റെ ഈ കോലമൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൊണ്ട് കല്യാണം കഴിച്ചാൽ മതി, അല്ലെ കല്യാണം കഴിക്കണം. കാര്യം നമ്മളൊക്കെ നാളെ ഏത് കോലമാവെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ബാഹ്യമായ സൗന്ദര്യമല്ല, നമ്മളെ ഒരു ക്യാരക്ടർ കണ്ട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മതി. അടുത്ത സോന ജിജു ചോദിച്ചേക്കുന്ന ചോദ്യമാണ്, ഇത്രയും കണ്ടന്റ് എടുത്ത് വീഡിയോ ചെയ്യാൻ ഇൻസ്പിറേഷൻ എവിടുന്ന് കിട്ടുന്നു? ആരാണ് റോൾ മോഡൽ? അങ്ങനെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല. നമ്മൾ അന്നേരം ഒരുപാട് റെഫർ ചെയ്ത് നമ്മുടെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിനകത്ത് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ പേരൊന്നും എടുത്ത് പറയാൻ എനിക്കറിയില്ല. ഹാപ്പി ടു സീ യുവർ ഫാദർ ആൻഡ് മദർ, ബ്രിങ് ദം വൺസ് ഇൻ യുവർ വീഡിയോ പ്ലീസ്. ജിഷ മാർഗ്രറ്റ് ജോയ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അച്ഛനും അമ്മയും കാണാൻ താല്പര്യമുണ്ട്. എന്നെങ്കിലും ഞാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. സീരിയസ്ലി ഞാനായിട്ട് ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. എന്നെങ്കിലും ഏതെങ്കിലും വ്ളോഗിനകത്ത് ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ കാണാൻ നടന്നു പോവാണെങ്കിൽ ഞാൻ പറയാം, അതുകൊണ്ട് അച്ഛൻ പോയി, അതുകൊണ്ട് അമ്മ പോയി.
എന്ന് ഞാൻ പറയാം. അല്ലാതെ നമ്മുടെ വ്ളോഗ് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫാമിലി വ്ളോഗ് ആക്കാൻ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. മേ ബി അവരെപ്പോഴെങ്കിലും വരുമായിരിക്കും, അന്നേരം കാണാം. ലൈഫ് സ്റ്റോറീസ് ബൈ ആത്തിയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ബിഹേവിയർ ഓഫ് അതർ പീപ്പിൾ ദാറ്റ് ഇറിറ്റേറ്റ് യു ദ മോസ്റ്റ്. ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി മറ്റൊന്ന് പറയും, കൂടെ നിന്നിട്ട് കുതുകാലം കിട്ടും. ഇങ്ങനെയുള്ള കുറെ സ്വഭാവങ്ങളുണ്ട്. ഇതാണ് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തത്. നമ്മളെ 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 അങ്ങ് മൂഞ്ചിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ്. അല്ലാതെ സ്വഭാവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നുമില്ല. നമ്മളെ സ്നേഹം നടിച്ച് യൂട്ടിലൈസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാകും. വളരെ പക്ഷെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് എന്നെ അത് ഭയങ്കരമായിട്ട് ഞാനത് ജഡ്ജ് ചെയ്യും, അവരെ ജഡ്ജ് ചെയ്യും, നല്ല രീതിയിൽ അവരെ ഇത് ചെയ്യും. ഞാൻ ഭയങ്കരമായിട്ട് അത് ഇതാക്കും. മീനാക്ഷി പറഞ്ഞാണ്, ചേട്ടന്റെ വീഡിയോ എല്ലാം ഞാൻ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. ചേട്ടന്റെ ഏറ്റവും വലിയ എയിം എന്തുവാ? ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു QC എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ ഇത് യൂട്യൂബ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ QC ആണ് ഞാൻ. അന്നേരം കുറെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ QC ഇൻസ്പെക്ടേഴ്സിന്റെ കുറെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. കുറെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കേഷൻസ് എഴുതിയെടുക്കണമെന്നുണ്ട്. ഈ ഓരോ സർട്ടിഫിക്കറ്റിനും അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ആവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു എക്സാമിന് ചിലപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ചിലവ് വരും. അത് വളരെ സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നതുമല്ല. ലോകത്ത് എവിടെ ചെന്നാലും ആ ഒരു സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. കാര്യം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിരിക്കും അത് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. സോ അത് എഴുതിയെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഒരെണ്ണമല്ല, കുറേ സർട്ടിഫിക്കേഷൻ. നമ്മളിപ്പോൾ QC ആണ്, ഇപ്പം നമ്മൾ വെൽഡിംഗ് ഇൻസ്പെക്ഷന് പോവുകയാണെങ്കിൽ അതിൻ്റെ CCP എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടാങ്ക് ഇൻസ്പെക്ഷൻ, പിന്നെ കോട്ടിംഗ് ഇൻസ്പെക്ഷൻ, ഓരോന്നിൻ്റെ ഇൻസ്പെക്ഷന് പോകണമെങ്കിൽ നമുക്ക് ഓരോ സർട്ടിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. അന്നേരം 1-2 സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള കുറേ സർട്ടിഫിക്കേഷൻസ് എഴുതിയെടുത്ത് നമ്മൾ എല്ലായിടത്തും ചറപറാന്ന് ഓടി നടന്ന് ഇൻസ്പെക്ട് ചെയ്യും. ആ ഒരു രീതിയിലൊക്കെ ഞാൻ ആ സമയത്ത് എയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴും ആ ഒരു എയിം മാറിയിട്ടില്ല. യൂട്യൂബ് ഞാൻ കളയുവാണെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ സേവിങ്സ് വെച്ചിട്ട് ഞാൻ കുറെ എക്സാംസ് എഴുതി ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. സൈഫർ ബിങ് കൊല്ലത്ത് എവിടെ? കരുനാഗപ്പള്ളി. സനൂസ് ഫുഡ് കോർട്ട്. ലവ് ഉണ്ടോ മോനെ? 30 വയസ്സൊക്കെ ആയില്ലയോ, ഇനിക്ക് എന്തില്ല. ആൾക്കാരോട് പറയാനുള്ള ഒരു ഉപദേശം, ഇവിടെ വോളിയം അല്ലോ, നീ എത്ര വെച്ചത് ചോദ്യമാ ചോദിക്കുന്നത്? അത് കുറെ നേരം ആയില്ല നീ ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഉപദേശിക്കാനൊന്നും ആരുമല്ല, സീരിയസ്ലി. ഞാൻ ആരാണ്? ഞാൻ ഒന്നുമല്ല ഞാൻ ഉപദേശിക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോരുത്തർക്കും ഓരോ ഉപദേശമായിരിക്കും വേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ അഗെയിൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ, ഇത്രയേ പറയുന്നുള്ളൂ. നിങ്ങളെ ആദ്യം സ്നേഹിക്കും, ബാക്കിയെല്ലാം സെറ്റായിട്ട് വരും. ഫാത്തിമ ബീവി ചോദിച്ചേക്കുന്ന, വാട്ട്സ് ഇൻസ്പിറേഷൻ യു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ? പറഞ്ഞു തന്നെ ഓൾറെഡി. ഹൗ ഹാസ് യുവർ ലൈഫ് ചേഞ്ച്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റാർട്ടിങ് യൂട്യൂബ്? ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഇൻകം ഇതിനകത്ത് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഇത്ര നാൾ BTech പഠിച്ചിട്ട് വലിയ നാട്ടിലും കണ്ട ഫുഡൊക്കെ കഴിച്ച് നടന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഫിനാൻഷ്യൽ ഫ്രീഡം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചേഞ്ച് ആയി. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ലൈഫ് ലെസൺ ഹാവ് യു ലേൺഡ് along the way? ലൈഫ് ലെസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ. ഹൗ യു ഡീൽ വിത്ത് ഓർ അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ? കമന്റ് സെക്ഷനിൽ ഒരു നെഗറ്റീവ് എന്നാണെങ്കിൽ ചില കുരുകൊട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന അവരുടെ മണ്ടയ്ക്കാണ്. ഞാൻ നല്ല പച്ചത്തരയും വിളിക്കും, അന്നേരം എനിക്കൊരു ആശ്വാസം കിട്ടും. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വല്ല കമന്റ് ഇട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. കാര്യം നോക്കുമ്പോൾ അവൻ വിളിച്ചേക്കുന്ന കമന്റിൻ്റെ അടി ഞാൻ തെറി വിളിച്ചിട്ടുണ്ട്. പിന്നെ അവൻ വിളിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അന്നേരം ആ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ കണ്ട് ഞാൻ ആനന്ദിക്കും. അല്ലെങ്കിൽ നല്ല കോലത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ പറഞ്ഞിട്ട് ഞാനങ്ങ് അവോയ്ഡ് ചെയ്തും കിട്ടും. നെഗറ്റിവിറ്റി ഞാൻ ഇങ്ങോട്ട് എടുക്കാറില്ല, ലിറ്ററലി നെഗറ്റിവിറ്റി എടുക്കാറില്ല. നെഗറ്റീവ് പീപ്പിൾസിനെ ഞാൻ പറയും എനിക്ക് ഇത് പറ്റുന്നില്ല, ഞാനങ്ങ് തുറന്നു പറയും. അല്ലെങ്കിൽ ഞാൻ തന്നെ ബാക്കിലോട്ട് വലിയും, അല്ലെങ്കിൽ ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കും. നെഗറ്റിവിറ്റി ഞാൻ എൻ്റെ ലൈഫിലോട്ട് എടുക്കുന്നില്ല. ഹൗ ഡു യു സ്റ്റേ സോ എനർജറ്റിക് ആൻഡ് മോട്ടിവേറ്റഡ് ബൈ ക്രിയേറ്റിംഗ് വീഡിയോസ്? ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് അണ്ണക്കൊക്കെ വെച്ച് ഞാൻ എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കും. സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. ബിഗ് ബോസ് ഒക്കെ സമയത്ത് റോസ്റ്റിംഗ് മൂഡിലോട്ട് വരുമ്പോഴത്തേക്ക് കണ്ണാടി നോക്കിയിട്ട് കടന്ന് അലറുമായിരുന്നു കടന്ന്. അതൊന്നും നമ്മൾ ഒരു എനർജി അങ്ങോട്ട് കയറ്റും. എന്നിട്ടാണ് അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു വൃത്തിയായിട്ട് മൂടിയിരിക്കുവാണെങ്കിലും വല്ലാത്ത ഒരു എനർജി അങ്ങോട്ട് കയറ്റി അങ്ങോട്ട്. ഇതാണ് പരിപാടി. വാട്ട് ക്വാളിറ്റീസ് ഡു യു ലുക്ക് ഫോർ എ ലൈഫ് പാർട്ട്ണറിന്റെ ക്വാളിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലൈഫ് പാർട്ട്ണറിന്റെ ക്വാളിറ്റീസ് അത്യാവശ്യം നല്ല മുടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാര്യം എനിക്ക് മുടിയില്ല, ജനിക്കുന്ന പിള്ളേർക്കെങ്കിലും നല്ല മുടി ആയിക്കോട്ടെ. അല്ലെങ്കിൽ അവൻ വന്നിട്ട് നാളെ എൻ്റെ അടുത്ത് പറയും തന്തപ്പടി കാരണം ഞാനും കഷണ്ടി ആയിരുന്നു. അപ്പോൾ അതൊന്നുമില്ല, ചുമ്മാ പറഞ്ഞു.
അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു അസുഖം വന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എല്ലാവർക്കും. ബാഹ്യമായ സൗന്ദര്യത്തിലല്ലല്ലോ കാര്യം. ഒരു ജോലിയുള്ള, ഒരു സെൽഫ് എസ്റ്റീമുള്ള, സ്വന്തമായിട്ട് ഒറ്റക്കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അത്യാവശ്യം സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിരിക്കണം. ഒരു ഒപ്പീനിയൻ പറഞ്ഞ അവിടെ ഉറച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ആരെങ്കിലും വന്ന് എന്താടി എന്ന് ചോദിച്ചാൽ എന്താടാ പട്ടി എന്ന് ചോദിക്കണം. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് വെറുതെ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കരുത്. സോ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കണം. ഞാൻ എന്തെങ്കിലും തെറ്റ് പറ്റിയ എന്നെ തിരുത്തണം. ഞാനും തിരിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ലൈഫ് പാർട്ണറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ട്, അത് ഒന്ന് സഹിക്കാൻ മനസ്സിലാക്കി എനിക്കൊരു സ്പേസ് തരണം. അത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. സോ അല്ലാതെ വേറെ ഇതൊന്നുമില്ല. ചെക്കി ഗായ് ചോദിച്ചിരിക്കുന്നത്, വീഡിയോ വെക്കുന്ന തൊപ്പി എവിടെ നിന്ന് ആണ് പറയുമോ? പിന്നെ തൊപ്പി ഇല്ലാത്തൊരു വീഡിയോ ചെയ്യാമോ? ഞാൻ തൊപ്പി നമ്മൾ പല ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട്. മിന്ത്ര വാങ്ങാറുണ്ട്, അർബൻ മങ്കിയുടെ വാങ്ങാറുണ്ട്. കൂടുതലും അർബൻ മങ്കിയുടെ കളക്ഷൻസ് ആണ് ആയിരിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ മിന്ത്രയിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ത്യൻ ലോ ഇപ്പോൾ ഇല്ലാത്ത ആസ് പെർ കറണ്ട് സിറ്റുവേഷൻ വെച്ച് അല്ല എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് വേടാ ചോദിക്കുന്നത്, എന്റെ കാര്യം ചോദിക്കാൻ പറയുമ്പോൾ നീ ഇതൊക്കെയാണോ ചോദിക്കണേ? റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ആയ ഒരു പേഴ്സൺ, ലൈഫിൽ ഏറ്റവും ഹാപ്പി ആൻഡ് സാഡ് ആയ മൊമെന്റ്. ഞാൻ പറഞ്ഞല്ലോ, വൈബ് വിത്ത് മീ വിഷ് ചോദിച്ചിരിക്കുന്നത്. റിയൽ ലൈഫിൽ ഇൻസ്പിറേഷൻ ആയ എന്റെ പരാജയങ്ങൾ, എന്നെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവർ, അല്ലെങ്കിൽ എന്റെ നാശം കാണാൻ ആഗ്രഹിച്ചവർ, ഇതൊക്കെയാണ് എന്റെ ഇൻസ്പിറേഷൻ. ലൈഫിൽ ഏറ്റവും ഹാപ്പി ആൻഡ് സാഡ് ആയ മൊമെന്റ്. ഒരു മൊമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു മൊമെന്റ് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര സാഡായ ഒരു മൊമെന്റ് ഞാൻ പറയാം. നമ്മുടെ ചാനൽ ഇങ്ങനെ ഗ്രോ ആയിക്കൊണ്ടുവരാം. കഴിഞ്ഞ ബിഗ് ബോസ് സമയത്ത് അതൊരു ഇടുത്തി പോലെ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തു നിന്ന് ഒരു 4 സ്ട്രൈക്ക് മെയിൽ വന്നു. 7 ദിവസത്തിനുള്ളിൽ നിന്റെ ചാനൽ അടിച്ചു പോകും. ഐ മീൻ ചാനൽ ടെർമിനേറ്റ് ആവും. അതായത് എനിക്ക് അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് അന്ന് ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അങ്ങനെയൊക്കെയാണ് വിവിയൊക്കെ എൻ്റെ ലൈഫിലോട്ട് വരുന്നത്. വിവിയൊക്കെ അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് വേറൊരു പയ്യനെ പരിചയപ്പെട്ട് അവൻ കൗണ്ടർ ഫയൽ ചെയ്തു. കൗണ്ടർ മെയിൽ അയക്കുകയാണ് യൂട്യൂബിന്. നമുക്ക് അപ്പീൽ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, നമ്മുടെ ഓൺ കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് പല രീതിയിൽ അയക്കും. അവർ റിജക്ട് ചെയ്യും. അങ്ങനെ ഡേ 1 കഴിഞ്ഞ്, ഡേ 2 കഴിഞ്ഞ്, ഡേ 3 കഴിഞ്ഞ്, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി 6ാമത്തെ ദിവസമായി. 7ാമത്തെ ദിവസം ഇത് ചാനലിൽ ടെർമിനേറ്റ് ആവും. ആ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഭയങ്കര ഡൗൺ എന്ന് പറഞ്ഞാൽ നല്ല ഡൗൺ ആയിരുന്നു. അങ്ങനെ 6ാമത്തെ ദിവസമായ സമയത്ത്, ആറാമത്തെ ദിവസം രാത്രി ഒരു 8 മണി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കരുനാഗപ്പള്ളിയിൽ എനിക്ക് പ്രാന്ത് പിടിച്ചിട്ട് എൻ്റെ ഒരു കസിനും എൻ്റെ ഒരു പെങ്ങളെ, അവളെ രണ്ടിനെ കൂടെ വിളിച്ചുകൊണ്ട് അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഷവർമ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാന്ത് പിടിച്ചു. എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകണം. അന്നേരം വിളമാരെ വിളിച്ചുകൊണ്ട് പോയിട്ടിരിക്കണം. അന്നേരം ഷവർമ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഞാൻ എന്തെങ്കിലും കഴിക്കും. ഓക്കെ, പ്രത്യേകിച്ച് വിഷമം വരുവാണെങ്കിൽ അല്ലെങ്കിൽ കഴിപ്പ് കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്വഭാവങ്ങളുണ്ട്. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ഉറക്കെ പാട്ട് പാടും. ഇതൊക്കെയാണ് എൻ്റെ ഹോബികൾ വിഷമം വന്നാൽ. അപ്പോൾ വിഷമം വന്ന് അങ്ങനെ ഷവർമയും കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മെയിൽ വന്നു, നമ്മൾ കൊടുത്ത ഒരു കൗണ്ടർ പാസ്സായി. സോ ആ ഒരു മൊമെന്റ് എൻ്റെ മോളെ എന്ന് വെച്ചാൽ, ആ ഒരു കൗണ്ടർ പാസ്സായി ഇൻ ദ സെൻസ്, ഒരു മെയിലിന്റെ ഒരു കൗണ്ടർ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം 3 സ്ട്രൈക്കല്ലേ കിട്ടിയേക്കുന്നത്. ഒരു സ്ട്രൈക്ക് വിഡ്രോ ആയി നമ്മുടെ ചാനൽ പിന്നെ ടെർമിനേറ്റ് ആവത്തില്ല. ആ ഒരു കൗണ്ടർ പാസ്സായാൽ മതി. ആ ഒരു കൗണ്ടർ പാസ്സായി നമ്മുടെ ചാനൽ പിന്നെ ടെർമിനേറ്റ് ആവത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ 7 ദിവസം കഴിഞ്ഞ് പിന്നെ നമുക്ക് സമയം കിട്ടും ഉള്ള സ്ട്രൈക്ക് കൂടെ പാസ്സാക്കി എടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് തുരുതുരാന്ന് നമ്മൾ പാസ്സാക്കി എടുത്ത്, കൗണ്ടർ കൊടുത്ത് പാസ്സാക്കി എടുത്ത്. സോ ആ ഒരു മൊമെന്റ്, ആ രാത്രി 6ാമത്തെ ദിവസം രാത്രി 8 മണിക്ക് ഞാൻ ഷവർമ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അന്ന് മെയിൽ അത് തന്ന ഹാപ്പിനെസ് ഭയങ്കരമായിരുന്നു. ഭയങ്കര ഹാപ്പിനെസ്. ലൈഫിലുണ്ടായ ഒരു പ്രൗഡ് മൊമെന്റ്, വൺ ഓഫ് ദ പ്രൗഡ് മൊമെന്റ് ആണ് ബാക്കിൽ തൂങ്ങി കിടക്കുന്നത്. അത് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. പിന്നെ വേറൊരു പ്രൗഡ് മൊമെന്റ് ഞാൻ പറയാം. ഞാൻ കുവൈറ്റിൽ പോയിട്ട് തിരിച്ചു വന്നു, നാട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ചു പോയില്ല. കുവൈറ്റ് കുറച്ച് നാളെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നാളൊന്നും വർക്ക് ചെയ്യില്ല. അന്നേരം നാട്ടിൽ നിൽക്കുകയാണ്. അന്നേരം കുറച്ച് മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. അന്നേരം എനിക്ക് യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നുണ്ട്, വലിയ എഴുമ്പേറ്റമൊന്നുമില്ല. കുറച്ച് മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പോയിരുന്ന സമയത്ത് വീട്ടിലെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കും, മോൻ എന്ത് ചെയ്യുന്നു? അന്നേരം 40-40,000 സബ്സ്ക്രൈബേഴ്സ് അന്നുണ്ട്. അന്നേരം അമ്മയൊക്കെ വന്നിട്ട് പറയാം, അവൻ കുവൈറ്റിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഇത് കുറെ കാലം കഴിഞ്ഞപ്പോഴും മാസങ്ങൾ കഴിഞ്ഞപ്പോഴും അമ്മ ഇത് വന്നിട്ട് നമുക്ക് നല്ല റീച്ചായി, സബ്സ്ക്രൈബേഴ്സ് നല്ല റീച്ച് കയറി. എന്നിട്ടും അമ്മ വന്നിട്ട് പറയുന്നത്, ആരെങ്കിലും വന്ന് ചോദിക്കും, മോൻ എന്ത് ചെയ്യുന്നു? കുവൈറ്റിലായിരുന്നു, നാട്ടിലുണ്ട്. ഞാൻ വന്ന് യൂട്യൂബൊക്കെ തുടങ്ങി വേണ്ട ഒരു 1 ഇയർ കഴിയുമ്പോഴും അത്യാവശ്യം റീച്ച് വന്നു. എന്നിട്ട് ആ സമയത്ത് ഇവരൊക്കെ വന്നിട്ട് പറയുന്നത്, അമ്മയല്ല അച്ഛനാലും, അവൻ കുവൈറ്റിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ ചോദിക്കും, നിങ്ങളിത് എത്ര നാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും? അതിന് ഇതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോ
ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ അന്തസ്സായിട്ട് എണീറ്റ് എന്ന് പറയും. സോ അവനൊരു കോണ്ടന്റ് ക്രിയേറ്റർ, ഒരു യൂട്യൂബറാണ്. സോ എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. അവര് ദേ അക്സെപ്റ്റ് മീ ആസ് എ യൂട്യൂബർ. ഇത്രയും നാള് പുച്ഛിച്ചൊക്കെ നടന്ന, അല്ലെങ്കിൽ ഇത്രയും നാള് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും നടക്കുവോ, അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ആളുകൾ അവരിപ്പം എന്നെ ഒരു യൂട്യൂബർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. നമ്മുടെ കമന്റ് ഒക്കെ പോയ ഓ ഷിറ്റ്, കുറെ കമന്റ് നമ്മൾ മിസ്സായിട്ടുണ്ടല്ലോ. ഞാൻ കുഴഞ്ഞിടെ, എനിക്ക് കഴുത്ത് എനിക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ അത്രയും നേരം ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. സ്നേഹിച്ച അത്രയും ട്രസ്റ്റ് ചെയ്ത പേഴ്സൺ പറ്റിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടുണ്ട്. എങ്ങനെ റിക്കവർ ആയി അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് പറയാം. അതൊരു പറയേണ്ട കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ജനറേഷൻ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ്: സമയം പാഴാക്കാതിരിക്കുക. നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന ഈ സാധനം നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയാൻ പറ്റില്ല. അത് പിള്ളേരെന്നല്ല, എല്ലാ വ്യക്തികളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗം ഈ ഫോണാണ് കൊണ്ടത്, ഇൻക്ലൂഡിങ് മീ. പക്ഷേ എൻ്റെ ഒരു ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫോൺ വെച്ചിട്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു 8 hours അല്ലെങ്കിൽ 12 hours സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 12 മണിക്കൂറിലുള്ള പൈസ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. സോ പക്ഷെ ഒരു വലിയൊരു മെജോറിറ്റി ആളുകളും ഇത് സമയം വെറുതെ ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. അന്നേരം ഈ ഒരു സാധനം നിങ്ങൾ യൂസ് കുറച്ചിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കൂ, പ്രവർത്തിക്കൂ. അത് മാത്രം ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്കടുത്ത് പറയാറുള്ളൂ. ഈ കഞ്ചാവ് MDMA പരിപാടിയൊന്നും നിൽക്കാതില്ല. രഞ്ജു ഹായ് ബ്രോ. ഖിഷാൻ ഷറഫ് ഒന്നും ചോദിക്കാല്ല, സ്നേഹം മാത്രം, എനിക്കും സ്നേഹം മാത്രം. ജിഷ്ണു വിജയൻ എഡ്യൂക്കേഷൻ ബ്രോ, എന്തുകൊണ്ടാണ് വ്ളോഗിങ്ങിന് വേണ്ടി തുടങ്ങിയ ലൈഫ് ഓഫ് അനന്തു എന്ന ചാനൽ പിന്നീട് റിയാക്ടിങ് ചാനലാക്കിയത്? ജസ്റ്റ് ആസ്കിങ് ദിസ് കോസ് ഓഫ് ക്യൂരിയോസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വ്ളോഗിങ്ങിന് വേണ്ടി തന്നെയാണ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് മനസ്സിലായി കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വ്ളോഗിങ് നടക്കത്തില്ല, സമയം കിട്ടാറായി. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, എനിക്കൊരു ടോപ്പിക്കിനെടുത്ത് അതിനെപ്പറ്റി പഠിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു തോട്ട് മൈൻഡിലോട്ട് വന്നത്, എന്നാൽ വീഡിയോ ഇങ്ങനെ റിയാക്ട് ചെയ്താൽ എന്താ എന്ന് മൈൻഡിലോട്ട് വന്നത്. സോ അങ്ങനെ അന്ന് ആ സമയത്ത് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അവരെയൊക്കെ കണ്ടിട്ടാണ് സത്യത്തിൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്തോട്ട് വന്നത് കേട്ടോ. അനന്തു ചേട്ടന്റെ മാരേജ് ഈ ഇയർ ഉണ്ടാകുമോ? ഇല്ല എൽസ മോളെ. രുദ്രം ഫാഷൻ കൊല്ലത്ത് എവിടാണ് വീട്? കൊല്ലം കരുനാഗപ്പള്ളി. റിയൽ ഏജ് ഒളിമല്ലോ. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? അച്ചൂസ് പ്ലാനറ്റ്. ഫേവറേറ്റ് യൂട്യൂബർ ഞാൻ തന്നെ. ലൈഫ് സ്റ്റോറി നെക്സ്റ്റ് വീഡിയോ. യുവർ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആര്യ ആനന്ദൻ. ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഞാൻ ഒരു യൂട്യൂബർ ആയി എന്നുള്ളതാണ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. നാളെ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഈ മൊമെന്റിൽ ഞാൻ ഹാപ്പിയാണ്. വൈബ് വിത്ത് മീ വിഷ്. എനിക്ക് ചേട്ടൻ്റെ വീഡിയോസും പ്രസന്റേഷനും സംസാര രീതി ഒരുപാട് ഇഷ്ടമാണ്. ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. ഞാൻ ഭയങ്കര ബാഡ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുക സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി റിക്കവറിങ് സ്റ്റേജാണ്. ബോഡി ഷേമിങ് സ്കൂൾ പഠിക്കുന്ന മുതൽ മോളെ എന്തുവാ കേൾക്കുന്നത്, കാണാൻ കൊള്ളൂ എന്ന് പറഞ്ഞ് സ്നേഹിച്ച ആള് നഷ്ടമായി. അങ്ങനെ ഫുൾ ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷൻ. ചേട്ടൻ്റെ അതുൽ വ്ലോഗ്സിന് ഉള്ളവരുടെ വീഡിയോസ് ഭയങ്കര റിലാക്സേഷൻ ആകാറുണ്ട്. ഞാൻ ഒറ്റ മോളാണ്. ചില വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കൂടപ്പുറപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് കരുതുന്നവരുണ്ട്. ഗോഡ് ബ്ലസ് യു. എന്റെ പൊന്നു മോളെ, പോകുന്നവരെ പോട്ട്. ചുമ്മാതെ ഈ സൂയിസൈഡ് എന്നും പറഞ്ഞ് നിൽക്കുകയും ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. അവര് കയ്യിൽ പൊടിയും തട്ടിയും പോകും. നമുക്ക് നമ്മുടെ വീട്ടുകാർക്കുള്ളൂ നഷ്ടപ്പെടാൻ. പോയി പണിയാക്കാൻ പറയണം നാറിയടുത്തൊക്കെ. പിന്നെ ബോഡി ഷേമിങ് അത് വലിയൊരു പ്രശ്നമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിൽ കോൺഫിഡന്റ് ആകുക എന്നുള്ളതാണ്. നമ്മളിൽ കോൺഫിഡന്റ് ആണെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. നീ നിന്റെ ഒരു കരിയർ ഗോൾ സെറ്റ് ചെയ്ത് അതായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ തള്ളി പറയുന്നവരൊക്കെ നാളെ ഇരുത്തി പറയുക, വന്ന് ഫ്രണ്ട് നിൽക്കും. അവരവസരം വരും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അത്രേ പറയാനുള്ളൂ. നേഹ ജേക്കബ് ചോദിക്കുന്നതാണ്, ഇത് കേസ് റിസർച്ച് ചെയ്യാൻ ആരെന്ന് എന്തും കൂടെ ഡിഫിക്കൽട്ട് ആൾസോ. വിച്ച് കേസ് റിസർച്ച് ചെയ്തപ്പോഴാണ് യു വെയർ അമേസ്ഡ് ഓർ ഇമോഷണൽ ആയി പോയത്? ഞാൻ ഇമോഷണൽ ആയി പോയത് കേസ് റിസർച്ച് ചെയ്തപ്പോഴൊന്നുമല്ല. ഞാൻ ലാസ്റ്റ് വീഡിയോ അത് ഭയങ്കര ഇമോഷണൽ ആയി പോയി, ആ ഒരു കോട്ടയം ഇഷ്യൂ. പിന്നെ കേസ് റിസർച്ച് ചെയ്തപ്പോൾ അമേസ്ഡ് ആയി പോയത്, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കുറെ വർഷങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച് റിസർച്ച് ചെയ്ത ബാലഭാസ്കറിന്റെ ഒക്കെ വീഡിയോ അങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറെ കേസസ് ഉണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഈ റീസെന്റ് ആയിട്ട് നടന്ന അഹമ്മദാബാദിന്റെ ഫ്ലൈറ്റ്, അതിനെ പറ്റിയുള്ള സംഭവങ്ങൾ, അതിനെ കുറെ പഠിച്ച സമയത്ത് ഓക്കെ ഇതിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായാണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുത്തു പറഞ്ഞാൽ കിട്ടുന്നില്ലൊന്നും. ബ്രോ ഈ ഫീൽഡിലേക്ക് വരാൻ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലടാ മക്കളെ, ഒന്ന് വിഷ്ണു, പ്രിയ, ശരത്, ആരുമില്ല. സോ മെനി ക്വസ്റ്റ്യൻസ് ഹിയർ. ഐ ഗസ് ഇംലി അറിയാം. ഇംലി നമ്മുടെ സ്ഥിരം ആളാണെന്ന് തോന്നുന്നല്ലോ. ഐ ഗസ് ഐ വിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ യുവർ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻ. ഐ ആം എ പേഴ്സൺ ഹു ഡസ് നോട്ട് ലൈക്ക് ബീങ് ആസ്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻ, സോ ഐ വിൽ നോട്ട് ആസ്ക് എനിത്തിങ്. ഓഹോ, നല്ല കാര്യം. ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണോ യൂട്യൂബ് ചാനൽ? ഇതിനു മുൻപ് എന്ത് ജോലിയായിരുന്നു? എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെന്ന് പറഞ്ഞതായി ഓർക്കുന്നു. രവിചന്ദ്രൻ, ഓഫ് കോഴ്സ് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. ആര്യ, 3 points യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് യുവർ ലൈഫ്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ
പറയുക, മേക്ക് മണി, സെൽഫ് ലവ്, എന്തിനകത്താണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനകത്ത് വളരെ പിൻ പോയിന്റ് ആയിട്ട്, വളരെ പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, റിസൾട്ട് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അടുത്തത് മോനിഷ അപ്പാപ്പിയാണ് ചോദിച്ചിരിക്കുന്നത്, ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നതിന് മുൻപ് എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്, ചാനലിന്റെ വളർച്ചയെ കുറിച്ച് പറയാമോ അനന്തു? എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്, അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രിപ്പറേഷൻ ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ, ആ ഒരു ടോപ്പിക്കിനെ പറ്റി വളരെ തറവായിട്ട് പഠിക്കും, ഒരുപാട് ന്യൂസ് റെഫർ ചെയ്യാറുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിഷ വാസുദേവനാണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട്സ് യുവർ പ്ലാൻ ഫോർ ഫ്യൂച്ചർ, ആർ യു ഡൂയിങ് ഓൺലി യൂട്യൂബ് ഓർ പ്ലാനിങ് ടു സ്റ്റാർട്ട് സംതിങ് എൽസ്? നിലവിൽ ഞാനിപ്പോൾ യൂട്യൂബ് ആണ് നമ്മുടെ ഒരു ഇത്, എനിക്ക് വേറെ ഒന്നിനും ടൈം കിട്ടുന്നില്ല. ഒരു 24 മണിക്കൂർ എന്നുള്ളത് എനിക്ക് തികയുന്നില്ല, അത്രയും ടൈറ്റ് ആയിട്ടാണ് പോകുന്നത്. ഭയങ്കര പാടാണ് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ചേട്ടൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ ഓരോ വീഡിയോ ക്ലാരിറ്റി ആൻഡ് പോയിന്റ് എടുത്ത് പറയുമ്പോൾ അവരെന്താണ് പറയുന്നത്, അവരൊന്നും പറയാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ ഇരുന്ന് എൻ്റെ വീഡിയോ കാണരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഡിസ്കഷൻ ഒന്നുമില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് അമ്മ ഒന്ന് എന്തെങ്കിലും കമന്റ് പറയുവാണെങ്കിൽ, ഇപ്പൊ നല്ല പോസിറ്റീവായിട്ട് കമന്റ് ചെയ്താൽ ഞാൻ മിണ്ടത്തില്ല, ഞാൻ മൈൻഡ് ചെയ്ത് ഇരിക്കും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, പറഞ്ഞിട്ട് പോകുമോ. ഇവിടെ അതിനെ പറ്റിയുള്ള ചർച്ചയൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു സബ്ജക്ട് പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ ആണ്, എൻ്റെ ഒപ്പീനിയൻ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ ഒപ്പീനിയൻ എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒപ്പീനിയൻ ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണെങ്കിൽ എൻ്റെ അമ്മയ്ക്കുള്ളത്. ചിലപ്പോൾ അങ്ങനെ നമ്മുടെ ഒപ്പീനിയൻ തമ്മിൽ വീട്ടിലൊരു ക്ലാഷ് ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിവിടെ ഇരുന്ന് എൻ്റെ വീഡിയോ കണ്ടേക്കരുത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കണ്ടാൽ ഫോൺ ഞാൻ കുളത്തിറി വാണിങ്ങി കൊടുത്തിട്ടുണ്ട്. സോ അന്നേരം അങ്ങനെയുള്ള ടോക്ക് ഒന്നും ഇവിടെ ഇല്ല. വീഡിയോ കണ്ടിട്ട് നിന്റെ വീഡിയോ കിടിലുമായിരുന്നു, അങ്ങനെ ഒപ്പീനിയൻ പറച്ചിലൊന്നും ഇവിടെ ഇല്ല. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. റോസ്റ്റിംഗ് ചാനൽ തുടങ്ങിയേക്കാം മുഹമ്മദ് സിന. എന്ത് പറയുന്നത് ഗൈസ്, റോസ്റ്റിംഗ് ചാനൽ വേണമെങ്കിൽ നമ്മുടെ സെക്കൻഡറി ചാനൽ നമുക്ക് റോസ്റ്റിംഗ് ചാനലായിട്ട് മാറ്റാം. അത് പക്ഷെ എത്ര ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ഓഡിയൻസ് റോസ്റ്റിംഗ് ചാനലിനെ അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. ബ്രോ ഫുൾ നെയിം എന്താണ്? അനന്തു എസ് എന്നാണ് ഫുൾ നെയിം. മൂളൂട്ടി ലവ് സ്റ്റോറി പറയുമോ? അങ്ങനെ പറയാൻ പാകത്തിനുള്ള നല്ല ലവ് സ്റ്റോറി ഒന്നും ഇല്ല. ആ ലവ് സ്റ്റോറിയെ പറ്റി എനിക്ക് തന്നെ ഇപ്പൊ വലിയ ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അഗെയിൻ ബാക്ക് പോയല്ലോ പണ്ടാരം. ഒരു തമിഴ് സാധനം വന്ന ട്രാൻസ്ലേഷൻ ഒരു തമിഴിൽ കമന്റ് ഇട്ടേക്കുന്നത്, ആരുടാ തമിഴ് കമന്റ് ഇട്ട് ട്രാൻസ്ലേറ്റ് മലയാളം. നിങ്ങൾ വീഡിയോ സൂപ്പറാണ്, ദയവായി ഏറ്റവും പുതിയ വീഡിയോ ഇത് ഏറ്റവും പുതിയ വീഡിയോ ആക്കൂ സാർ, അതിശയകരമാണ്. തമിഴിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നാണ് ഇത് കേട്ടോ. ഇത് തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്, എനിക്ക് അറിയത്തില്ല കേട്ടോ. അശ്വതി റിബിൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലിയോ ഐ ലവ് ടു വാച്ച് യുവർ വീഡിയോസ് ബ്രോ, താങ്ക് യു സോ മച്ച് ബിക്കോസ് ദ വേ യു പ്രസന്റ് ആൻഡ് യുവർ ഇൻവോൾവ്മെന്റ് ഇൻ ദ ടോപ്പിക് യു സൂപ്പർ, യുവർ അടിപൊളി ബ്രോ. ഒരുപാട് സന്തോഷം എന്നെ പറ്റി ഇങ്ങനെ പൊക്കി പറയുന്നത് വായിക്കാനും കേൾക്കാനും എനിക്ക് ഒരുപാട് സന്തോഷം അതിനകത്തുനിന്നും കിട്ടുന്നുണ്ട്. നീത ഫഹീം, വാട്ട്സ് ടോപ്പിക് ഡു യു എൻജോയ് കവറിംഗ് ദ മോസ്റ്റ്? ഐ ഡോണ്ട് നോ, യു വിൽ ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് നമ്മൾ ആൻസർ ചെയ്യും, നമ്മൾ എല്ലാവരുടെയും കമന്റ് വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്, എനിക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് ടോപ്പിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമുക്കതിനകത്ത് എന്തെങ്കിലും നമ്മുടെ കുറച്ച് അസംഷൻസ്, നമ്മുടെ കുറച്ച് കണ്ടെത്തലുകൾ കണ്ടെത്താൻ സാധിക്കും. പിന്നെ റോസ്റ്റിംഗ് ഇഷ്ടമാണ്, ആൾക്കാരെ വലിച്ച് വൾഗറായിട്ടല്ല, വളരെ മാന്യമായിട്ട്, അതും ഇഷ്ടമാണ്. സോ ഏജ് ആരാ ചോദിച്ചേക്കുന്നത്? അർണവ് സന്തോഷ്, ഏജ് 31 മോൻ. എത്ര ഏറെ ഞാൻ പറയുന്നു? ഇതെന്തു എഴുതി? ഹായ് മിസ്റ്റർ അനന്തു, ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് itching. Your discussion topic are good. Always use a good positive word when describing other or matter instead of bullet word or defaming word. Such a negative word impact people's thought, creating negative vibration about you. Okay. ശരി. ഫേവറേറ്റ് യൂട്യൂബർ ഞാൻ തന്നെ. സുഖമല്ലേ അനന്തു? അതിലെ സുഖ സാബിത്ത് ചേട്ടൻ, ഈ വീഡിയോ കറക്റ്റ് എവിടെയാ? കരുനാഗപ്പള്ളി. ഐ ആം ആൾസോ ഫ്രം കരുനാഗപ്പള്ളി. അതൊന്നും പറഞ്ഞു തരത്തില്ല, പോയെ. Rosty's flavors. I follow your videos on a regular basis, especially after my work, sitting in front of the computer to document. Do you have any side business to earn income? പണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ചെറിയൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അതിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് വേറൊരു ഇൻകം. പിന്നെ ഇത് ചോദിക്കാനൊന്നുമില്ല, എല്ലാം കൊള്ളാം, കുറെ ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. മേഘ ദേവ്സ്, ഓക്കെ.
ASMB4Q, വാട്ട്സ് യുവർ മോസ്റ്റ് ലൈക്ക് ഫുഡ് ആൻഡ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ? ഫുഡ് രാവിലെ ആണെങ്കിൽ ദോശ, സാമ്പാർ, ചട്നി ഇഷ്ടമാണ്, അല്ലെങ്കിൽ പൊറോട്ടയും കടലയും ഇഷ്ടമാണ്. ഉച്ചയ്ക്കാണെങ്കിൽ സദ്യ, നല്ല പൊളപ്പ സദ്യ, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി. വൈകിട്ടാണെങ്കിൽ അങ്ങനൊന്നുമില്ല, എന്ത് കണ കിട്ടിയാലും കഴിക്കും. ഞാൻ ബീഫ് കഴിക്കില്ല, മട്ടൻ സോറി അതിനകത്ത് കുറച്ച് കഴിക്കാത്ത ഐറ്റംസ് ഉണ്ട്, കുറച്ചല്ല കഴിക്കാത്തതാണ് കൂടുതലും ഉള്ളത്. ബീഫ് കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല, വെള്ളത്തിൽ ജീവിക്കുന്നത് ഒന്നുമേ കഴിക്കില്ല. ഞാൻ കൂടുതലും ഒരു 90% പച്ചക്കറിയാണ്. ഞാൻ പച്ചക്കറിക്കകത്ത് കടുകും വെളുത്തുള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ പച്ചക്കറിയുടെ കൂട്ടത്തിൽ കഴിക്കാറുണ്ട്, കടുകും വെളുത്തുള്ളി. പിന്നെ ഭ്രാന്താന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് തന്നെ ഇവിടെയും പറയുന്നത്, നിനക്ക് ഭ്രാന്ത, നിന്നെ കൊല്ലിയാൻ വലിയ പാടാണെന്ന്. പിന്നെ നോൺ വെജിന്റെ കൂട്ടത്തിൽ ചിക്കൻ മാത്രം, ഒള്ളി ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല. അതും ചിക്കന് എല്ലാ ചിക്കനും ഞാൻ കഴിക്കത്തില്ല, വളരെ ചെറിയ ചെറിയ പീസാക്കി തരുന്ന ചിക്കൻസ് ഒക്കെ കഴിക്കാറുള്ളൂ. ഇപ്പം KFC പോവാണെങ്കിൽ വലിയ പോത്തൻ പീസൊക്കെ കിട്ടുമല്ലോ, ഹോട്ട് ആൻഡ് ക്രിസ്പ് എന്ന് പറയുന്ന വലിയ പീസ്, അതൊന്നും ഞാൻ കഴിക്കത്തൊന്നുമില്ല, വളരെ അപൂർവമായിട്ട് കഴിക്കാറുള്ളൂ. ഞാൻ വല്ല ചിക്കൻ സ്ട്രിപ്സ് ഒക്കെയാണ് കഴിക്കാറ്. ചിക്കൻ വിങ് ഞാൻ കഴിക്കത്തില്ല, തുടത്തില്ല. ചിക്കൻ്റെ ലെഗ് പീസ് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. എപ്പോഴും ഈ നെഞ്ചിന്റെ ഭാഗം ചിക്കനൊക്കെയാണ് എനിക്ക് വലിയ ഇഷ്ടം. സോ അതിനകത്ത് നമ്മൾ കുറെ എന്താ പറയാ തരംതിരിവുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ വൃത്തികെട്ട ഫുഡ് ഹാബിറ്റ് ആണ് എനിക്കുള്ളത്. വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം എനിക്ക് പനീർ ഇഷ്ടമാണ്, പൊറോട്ട ഇഷ്ടമാണ്, പിന്നെ നല്ല ചിക്കൻ ഫ്രൈ, ഷവർമ ഇഷ്ടമാണ്. സോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഐറ്റംസ്. സോ വേർ ഡു യു ലിവ്? ബ്ലാക്ക് റോസ് ലവ്, വേർ ഡു യു ലീവ്? വാട്ട്സ് യുവർ ഏജ്? ഡു യു ക്വിറ്റ് യുവർ ജോബ്, ഫസ്റ്റ് ജോബ്, വൈ? നമ്മൾ ഓൾറെഡി ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞതാണല്ലോ മകളെ. എനിക്ക് ഒരു ജോലി ഇഷ്ടമല്ല തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് വരും, എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി നോക്കത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു സ്വഭാവം. ദുബായിൽ പോയി ഒരു ജോലിയിൽ ഒരു ദിവസം നിന്നു, ആ ഒരു ഒറ്റ ദിവസം എനിക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നെക്സ്റ്റ് ഡേ, പഞ്ചാബി ഒരു കമ്പനി ആയിരുന്നു, റാസൽ കൈമയിലായിരുന്നു, നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞു എന്റെ പാസ്പോർട്ട് എനിക്ക് റിലീസ് ചെയ്യണം, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഞാൻ പോകണം. അത്രേ ഉള്ളൂ, ആ പരിപാടിയേ ഉള്ളൂ. അല്ലാതെ കടിച്ചു തൂങ്ങി കിടക്കുന്ന പരിപാടിയൊന്നുമില്ല. പണ്ടായിരുന്നു ഞാൻ കടിച്ചു തൂങ്ങി കിടന്നേനെ, പക്ഷെ ഇപ്പം കടിച്ചു തൂങ്ങി കിടക്കൂല. അമൃത വിജയൻ, ഏത് മൂവിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ, എന്ത് മോട്ടീവാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ? പറഞ്ഞാണല്ലോ മോളെ. സാലി വെൻ യു മാരീഡ്, എനിക്കറിയാൻ പാടില്ല. ടിൻസി ലുക്ക്, ഹായ് അനന്തു, ഐ ഹാവ് ബീൻ എ ഹ്യൂജ് ഫാൻ ഓഫ് യുവർ കണ്ടന്റ്. വാട്ട്സ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസൺ യു ലേൺഡ് ത്രൂ ഔട്ട് യുവർ ജേർണി ദാറ്റ് യു ലൈക്ക് ടു ഷെയർ വിത്ത് അവർ ഓഡിയൻസ്? ഇത് പറഞ്ഞതാന്ന് തോന്നുന്നില്ല, ഇത് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ. ചാരു, ജാസ്മിനെ ചിരിക്കുമോ? ഇത് റിപ്പീറ്റഡ് ആണല്ലോ. സുമിന, യൂട്യൂബ് തുടങ്ങിയപ്പോൾ വീട്ടുകാർ പ്രതികരണം എന്തായിരുന്നു? അവർക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാര്യം. സൈഡ്, അണ്ണ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഫുൾ പ്രോസസ്സ് പറയാം. എടാ, വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഫുൾ പ്രോസസ്സ് നമ്മൾ ആദ്യം നമുക്ക് വേണ്ട വീഡിയോസ് എടുക്കുക, നമുക്ക് വീഡിയോസിനകത്ത് ഉൾപ്പെടുത്താനുള്ള, നമ്മൾ റിയാക്ട് ചെയ്യേണ്ട വീഡിയോ എടുക്കുക, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുക, പിന്നെ എഡിറ്റ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. കരുനാഗപ്പള്ളി എവിടെയാ വീട്? പറഞ്ഞെടുത്തില്ല ഗീതു സുരേഷേ. ക്ലാസി ഗേൾ, ചോദ്യം ചോദിക്കാനില്ല, നിങ്ങളുടെ വീഡിയോസ് ഞാൻ എന്നും വാച്ച് ചെയ്യാറുണ്ട്, നിങ്ങൾ സംസാരം ഒരുപാട് ഇഷ്ടമാണ്, ബട്ട് കമന്റ് ഒന്നും ഇടാറില്ല, ഫസ്റ്റ് കമന്റ് ആവും ഇത്. ഒരുപാട് സന്തോഷം. കുഴഞ്ഞടെ ആരെങ്കിലും ഒന്ന് വായിച്ചു തരുമോ? ഇത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? ഇനി സപ്പോർട്ട് കുറെ ഉണ്ടോ? അയ്യോ ഇതിനൊരു അന്ത്യമില്ലേ? നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങിയാലോ ഇനി? ഇത് ശരിക്കും ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എന്റെ മക്കളെ, ഇത് എന്തുവാടാവേ, ഇത് കുറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ബ്രോ. അതുകൊണ്ട് PC-യോ ലാപ്ടോപ്പ് ഉപയോഗിക്കാത്ത, നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങാം. ബ്രോ എന്തുകൊണ്ടാണ് PC-യോ ലാപ്ടോപ്പ് ഉപയോഗിക്കാത്ത? വീഡിയോയ്ക്ക് അതല്ലേ, ഞാൻ PC-യും എനിക്ക് ലാപ്ടോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാരാന്നറിയില്ല. ഷംസീറ, നിങ്ങൾ ചെയ്ത വീഡിയോ പിന്നീട് വേണ്ടായിരുന്നു തോന്നിയത്. ഓക്കെ, അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ മാറ്റിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ചെയ്ത വീഡിയോ എനിക്കങ്ങനെ വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ദ യൂട്യൂബർ വിച്ച് യു ഡിസ്ലൈക്ക് മോസ്റ്റ്, ഒട്ടും ഇഷ്ടപ്പെടാത്ത യൂട്യൂബർ ആരാണോ? ഒട്ടും ഇഷ്ടപ്പെടാത്ത യൂട്യൂബർ എനിക്ക് അലിൻ ജോസ് എന്നാണ്. യൂട്യൂബറായിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അലിൻ ജോസ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ രേണുസുതി ഒരു യൂട്യൂബറായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അവരെയും ഒരു രീതിയിലും താല്പര്യമില്ല. പിന്നെ വേറെ ആരാണ്? അങ്ങനെ കുറെ ഉണ്ട്, അത് എല്ലാം ഓർക്കുന്നില്ല, പെട്ടെന്നോട്ടൊന്നും ഓർക്കുന്നില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമ്മൾ ഓർത്തിരിക്കുന്നത് ശരിയല്ലല്ലോ. വർഷ, ആരോട് ചോദിക്കണം എന്നറിയില്ല, ഇപ്പോ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടതുകൊണ്ട് ചോദിക്കുക. ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, BCC എടുക്കുക. മകളെ, +2 കഴിഞ്ഞ് നിൽക്കുകയാണ്, BCA എടുക്കണോ BBA എടുക്കണോ എന്ന് കൺഫ്യൂസ്ഡ്. എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ പറഞ്ഞു തരുമോ? BBA എടുത്ത എബ്രോഡ് ജോബ് കിട്ടുമോ? മകളെ പക്ഷേ നീ ഇത് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിത് പിന്നീട് ചർച്ച
ചർച്ച ചെയ്യാം. ഇൻസ്റ്റയിൽ വല്ലതും ചോദിച്ചാണെങ്കിൽ നമുക്ക് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കാവ്യ തമ്പുരാൻ, നല്ല കണ്ടന്റ് മാത്രം എടുത്ത് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന അനന്തപുരം കൺഗ്രാറ്റ്സ്. താങ്ക് യു. ചെയ്ത വീഡിയോ നോക്കിയാൽ ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കേണ്ടി പറഞ്ഞാണല്ലോ, പറഞ്ഞു കുറഞ്ഞു പോയെന്ന് തോന്നി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ തിരിച്ചു കൊടുക്കുന്ന മറുപടികൾ എനിക്ക് പലപ്പോഴും ഞാൻ കുറഞ്ഞു പോയി എന്ന് തോന്നാറുണ്ട്. എഫേർട്ട് ഇട്ടതിൽ റീച്ച് കിട്ടാതെ ഒരുപാട് വീഡിയോ എഫേർട്ട് ഇട്ടതിൽ റീച്ച് കിട്ടാത്തത് ഒരുപാടുണ്ട്. തലയിൽ മുടിയില്ലേ കാണണ്ടേ, ഇത്രയും മുടിയും കൂടെ കൊഴിഞ്ഞു പോകാനുണ്ട്. ഇതുകൂടെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കഷണ്ടിയ എന്ന് പറയും. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ബ്രോ യു ഡോണ്ട് ലൈക്ക്, ഹൗ ഡു യു ഫീൽ ഇറ്റ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ബോഡി ഷെയിം ചെയ്യരുത് കേട്ടോ. അതിൻ്റെ അടി വന്ന 2 കമന്റ് ആണ്, അതൊന്നും കുഴപ്പമില്ല ബ്രോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുറെ ഇതൊക്കെ കേട്ടാലേ നമുക്ക് ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എടുക്കുവോ? ആരാണത്? ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് എടുത്ത കുഴപ്പം എന്താ? ഇടാലോ ബ്രോ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്റെ ഫയൽസിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ യൂട്യൂബിൽ നിന്ന് പോകും, അല്ലെങ്കിൽ പോകാതെ സ്റ്റോറിന് വേണ്ടി യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് അവിടെ തന്നെ കിടക്കും ആ മെയിൽ യൂസ് ചെയ്യുന്നിടത്തോളം കാലം. ഹസീനൊക്കെ നമ്മൾ ഒരുപാട് പഴയ സബ്സ്ക്രൈബേഴ്സ് ആണ്. അനന്തു ഗൾഫിൽ എവിടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ല, അവിടെ എന്തായിരുന്നു, എന്ത് ജോബായിരുന്നു, അത് വിടാനുള്ള റീസൺ എന്താണ്, ഇങ്ങനെ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കാരണം എന്താണ്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് കോമഡി രീതിയിൽ പ്രസന്റ് ചെയ്യാറുണ്ടല്ലോ, ശരിക്കും ഒരു രസികനാണോ അതോ വീഡിയോയിൽ മാത്രമാണോ, ഫാമിലിയിൽ നിന്ന് എതിർപ്പ് ഉണ്ടായിട്ടുണ്ടോ, ഈ സബ്ജക്റ്റ് മീൻസ് യൂട്യൂബ്, ഒരു സബ്ജക്റ്റിൽ മീൻസ് യൂട്യൂബർ, അതിലോ പിന്നീടോ, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, റിയൽ നെയിം. ഓക്കെ, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. രസികനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു സർക്കിളിൽ ഞാൻ വളരെ ഭയങ്കര ജില്ലായിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു സർക്കിളാണ് അത്, അതിനകത്ത് ഞാൻ ഭയങ്കര രസിച്ച് സംസാരിക്കുന്നതാണ്. പക്ഷെ എല്ലാവരുടെ അടുത്തും, എനിക്ക് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അങ്ങനെ അത്ര രസിച്ച് സംസാരിക്കാറില്ല. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വലിച്ചു കീറലാണ് അവിടെ ഉള്ളത്. ഗൾഫിൽ എവിടെയോ, അത് നമ്മൾ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ബാക്കിയുള്ള സീനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് ഒരാൾക്ക് ഇത്രയും ക്രൂവലാവാൻ പറ്റുമോ? എന്നെ പറ്റിയാണോ? പറ്റും, എനിക്ക് പറ്റും. ഈ വർഷത്തെ ബിഗ് ബോസിൽ പോകുന്നില്ല. അനന്തുവിന്റെ ബിഗ് ബോസ് റിയാക്ഷൻ വീഡിയോ മാത്രമേ ചെയ്യുന്നുണ്ട്, ഇനി ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ? അത് എനിക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബൈ ദ ബൈ ചേട്ടൻ സിംഗിൾ ആണോ? സിംഗിൾ അല്ലടാ കൂട്ടാ, ഞാൻ ഡബിൾ ആണ്. അമാൻ ആഷിഖ്, വൈ ആൾവേസ് വിയറിംഗ് ക്യാപ്പ്, ഹെയർ കുറവാണോ? ക്യാപ്പ് ഒഴിച്ച് കണ്ടല്ലോ, ഇനിയിപ്പോ എന്ത് പറയാൻ. ആതിര, ചെയ്യാണ്ടിരുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. നീതു ശശിധരൻ, അനന്തുവിന്റെ എല്ലാ വീഡിയോയും കാണാറുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. 3 ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷം. കാര്യങ്ങൾ അറിയാൻ ഞാൻ അനന്തുവിന്റെ വീഡിയോ മാത്രമേ കാണാറൂ. 2 ദിവസം അടുപ്പിച്ച് അനന്തുവിന്റെ വീഡിയോ വന്നില്ലെങ്കിൽ എന്ത് പറ്റി എന്ന് ചിന്തിക്കാൻ ഒരേ ഒരു യൂട്യൂബർ ആണ്. ഒരുപാട് സന്തോഷം. ആദ്യം ചോദിക്കാനൊന്നുമില്ല, ഇനിയും വ്ലോഗ് പ്രതീക്ഷിക്കുന്നു, ഇനിയെങ്കിലും നേരിട്ട് കാണാമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും വർക്കല വന്നാൽ ഇൻസ്റ്റാഗ്രാം കോൺടാക്ട് ചെയ്യാൻ മതി, ആൾറെഡി ഫോളോഡ് ആണ്. ഓക്കെ, ഞാൻ ഇനി എപ്പോഴെങ്കിലും ഇൻസ്റ്റാഗ്രാം ഈ വർക്കല വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നീതുവിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. യുണീക്ക് ലൈലോൺ, ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന്. എക്സാമ്പിൾ ദിയയുടെ കേസ് വന്നില്ല, അതിപ്പോൾ ഇഷ്യൂ വരുമ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു, ചേട്ടൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഒരു ലൈക്ക്, ഇഷ്യൂ വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ദിയയുടെ കേസ് വന്ന സമയത്ത് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, എനിക്ക് അന്നേരം സംസാരിക്കാം. അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ദിയ എനിക്കെതിരെ പറഞ്ഞ അലിഗേഷൻസ് മൊത്തം ഞാൻ ആ വീഡിയോക്കകത്ത് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോലീസ് വീഡിയോ വന്ന സമയത്ത് വീട്ടുകാർ പാനിക്കായി, ഉള്ള കാര്യം പറയാമല്ലോ. പക്ഷെ എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പാനിക്കായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കാലും കയറ്റി വെച്ചിരുന്നായിരുന്നു അവരോട് സംസാരിച്ചു. പിന്നെ ഞാൻ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കണം. പിന്നെ പോലീസുകാരും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സഹകരിച്ചാണ് സംസാരിച്ചത്. അന്നേരം ആ ഒരു ഇൻസിഡന്റോട് കൂടി വീട്ടുകാർക്ക് ഓക്കെ, അവർ അക്സെപ്റ്റഡ് ആയി. ഇത് ഇങ്ങനെയൊക്കെയാണ്, കേസസ് ഒക്കെ ഉണ്ടാവും, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പൊ വലിയ ആടുമയിലൊട്ടകമാണ്, ആ ഒരു സെറ്റപ്പാണ്, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഒരു ലൈക്ക് പോലും തരുന്നില്ല? നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈക്ക് അറിയിക്കുന്നില്ലേ? ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് അറിയിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ലൈക്ക് കൊടുത്ത് എനിക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കണം. കാര്യം കുറച്ച് ആൾക്കാർക്ക് ലൈക്ക് കൊടുത്തിട്ട് ബാക്കി ആൾക്കാർക്ക് കൊടുക്കാതിരിക്കും ഒരു വിഷമം ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആർക്കും ലൈക്ക് ചെയ്തത്. പക്ഷേ ഞാൻ കമന്റ്സ് എല്ലാം വായിക്കാറുണ്ട് കേട്ടോ. ഇറ്റ്സ് മോർ ഹാപ്പി ടു അസ്. എന്തുകൊണ്ട് എന്തായാലും റിപ്ലൈ വേണം. മൈ നെയിം ഈസ് രമ്യ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ കുഴഞ്ഞിടെ 2 മണിക്കൂർ കണ്ടായി. സത്യമായിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അമ്മേ എടേ, ഒരുപാട് ലെന്തായി ഇപ്പോൾ, എനിക്ക് നടുവേന എടുക്കുന്നത്. ഞാൻ അന്നേരം റിപ്പീറ്റഡ് ആവാത്ത ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പറയാം. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 4 മണിക്കൂറും നിൽക്കത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ 2 മണിക്കൂർ പുറത്തായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ത്രെട്ടനിങ് ഉണ്ടായിട്ടുണ്ട്? വലിയ ത്രെട്ടനിങ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ലൈഫ് സ്റ്റോറി, പഴയ തൊപ്പി, അണ്ണന്റെ പഴയ തൊപ്പി എവിടെ പോയി? അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അമർജിത്ത്, ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട് ഉണ്ടോ? എടാ മഹാഭാവി മാസ്റ്റർ മൈൻഡ്, ഇത് ആറാ? ഞാൻ അത്രക്കാരൻ നെഹിയേ.
ഒന്ന് പോയടാ. അഞ്ജലി അനന്തു, ഐ അപ്രിഷിയേറ്റ് യുവർ വേ ഓഫ് എക്സ്പ്രഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. അടിപൊളി. താങ്ക് യു. തുഷാര, ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ലിമിറ്റ് എന്തിനാ ആക്കിയേ അനന്തു? ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ലിമിറ്റ് അങ്ങനെ കാണിക്കുന്നുണ്ടോ? എനിക്കറിയില്ലല്ലോ. അഞ്ജു രാജുവിന്റെ കമന്റ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസിലും ഫുൾ കാണാറുണ്ട് ഡെയിലി. ഇപ്പോൾ റിപ്ലൈ തരാറില്ലല്ലോ, എന്താണ്? സീരിയസ്ലി സമയമില്ല, എനിക്ക് ഉറങ്ങാൻ പോലും സമയമില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരെയും കുത്തി റിപ്ലൈ തരണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ഇല്ലാത്തോണ്ടൊന്നും അല്ല. ഏത്തിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് സാറയാണ് ചോദിച്ചത്. ഏത്തിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുള്ളത്? അങ്ങനൊന്നും ഇല്ല കുഞ്ഞെ. ഞാൻ ഏത്തിസ്റ്റ് ആണെന്നെങ്കിലും ഞാൻ നേരത്തെ ഒരു എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്തുണ്ട് ആൻസർ. അനന്ത് ബ്രോ, ഹോം വ്ലോഗ് ചെയ്യുമോ? അമ്മ, അച്ഛൻ, അളിയൻ, അനിയത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലീസ്. അഖിൽദാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എപ്പോഴെങ്കിലും അവർ ഏതെങ്കിലും അവസരത്തിൽ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. DM വ്ലോഗ്, ഹായ് ബ്രദർ, ആരെങ്കിലും ആസിഫ് അലിയുടെ വോയിസ് ആൻഡ് ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മുന്നേ കമന്റ് ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ആസിഫയുടെ ലുക്കും വോയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എവിടേക്കോ. അങ്ങനെ അധികം ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് മറ്റേ കാർത്തിക് സൂര്യയുടെ തൊപ്പി വെക്കും, എക്സ്പെഷ്യലി കാർത്തിക് സൂര്യയുടെ ലുക്ക് ഉണ്ടെന്ന് പറയുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ചോദ്യം. പക്ഷെ ആഷിഫ് അലിയുടെ എവിടെ കൊണ്ടറിയാം എനിക്ക് ആഷിഫയുടെ ലുക്ക്? എനിക്കെങ്കിലും അറിയാൻ പാടില്ല. എനിക്ക് അങ്ങനത്തെ ലുക്കൊന്നും ഇല്ല. ആസിഫ് അലിക്ക് എന്തിനും കിട്ടില്ല. ഞാനൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കമന്റിനാണോ ചേട്ടാ? കല്യാണം നോക്കുന്നുണ്ടോ? കല്യാണം നോക്കുന്നുണ്ട് കേട്ടോ. കവിത വരുൺ, ചാനൽ തുടങ്ങിയപ്പോൾ ഉള്ള അത് നമ്മൾക്ക് ഇടാം കേട്ടോ. കവിത ഇടാം. ബിടെക് ലൈഫ് എക്സ്പീരിയൻസ്, അത് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആഞ്ചലീന ഇതായി പോകുന്നു. ഇഷ്ടപ്പെട്ട സ്പോർട്സ്, ക്രിക്കറ്റ്. KCR, വാട്ട് കോഴ്സ് യു ഹാവ് കംപ്ലീറ്റ്? ബിടെക് ആണ് പറഞ്ഞല്ലോ. ഹൗ ലോങ് ഇറ്റ് ടേക്ക് സ്റ്റഡി ടു സിനാരിയോ? ഒരുപാട് സമയം എടുക്കും. ഡു യു ഹാവ് സ്ലീപ്പ് ഇല്ല, ഇപ്പം തന്നെ 6 മണിയായി. അയ്യോ 6 മണിയാ? ഉറങ്ങണ്ടേ എനിക്ക്? ഈ നൈറ്റ് യു ഷുഡ് സ്ലീപ്പ്, മോർണിംഗ് യു ക്യാൻ ഡു വീഡിയോ ആൻഡ് ഇറ്റ്സ് എഡിറ്റിംഗ്, അതർവൈസ് എഫക്ട് ഹെൽത്ത്. സത്യം, എന്റെ എഫക്ട് ഹെൽത്ത് എല്ലാം പോയി കിടക്കുകയാണ് പിള്ളേരെ. എനിക്ക് ഉറക്കമില്ല, ഒന്നുമില്ല. ഇതിപ്പോ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അയ്യോ, ഞാൻ ഒരുപാട് വീഡിയോ നിങ്ങളെ കണ്ടിട്ടില്ല, ബട്ട് കണ്ടതെല്ലാം പോസിറ്റീവായി എനിക്ക് ഫീൽ ചെയ്ത്. യൂട്യൂബ് മാത്രമാണ് മറ്റേ റീനു ക്വസ്റ്റ്യൻ ഒക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. കല്യാണം ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരും കേട്ടോ. അനന്തു ഹാപ്പിയാണോ? ഇൻസൈഡ് ഓഫ് മീ അനന്തു ഹാപ്പിയാണ്, സത്യമായിട്ട് ഹാപ്പിയാണ്. കുറച്ചുകൂടെ അടുത്ത് വെക്കാം. ലൈഫ് ജേണി അഞ്ചു ഇടാം കേട്ടോ. ഇതുവരെ കിട്ടിയതിൽ ഹൈയസ്റ്റ് യൂട്യൂബ് ഇൻകം പറയത്തില്ലടാ. മോണിറ്റൈസ് ആയല്ലോ, അപ്പോൾ ഒരു വീഡിയോ എത്ര കിട്ടും? അത് വ്യൂവർഷിപ്പിനനുസരിച്ച് കിട്ടും. അത് ഒരു RPM എന്ന് പറഞ്ഞൊരു സാധനമാണ്. ചില വീഡിയോക്ക് നല്ല പൈസ കിട്ടും, ചില വീഡിയോക്ക് വലിയായിട്ട് പൈസ ഒന്നും കിട്ടത്തില്ല. അത് ഓരോ കോണ്ടന്റിനെ ഡിപ്പെൻഡ് ആണ്. ചില വീഡിയോക്ക് ഒന്നും കിട്ടത്തില്ല, ഒരു രൂപയും കിട്ടത്തില്ല. ടീത്തിൽ ക്ലിപ്പ് ഇടൂ, കളിയാക്കിയതല്ല. താഴെ ഇല്ല ഇത് ക്ലിപ്പ് ഇടാൻ വേണ്ടി ഞാൻ പണ്ട് +2 പഠിക്കുന്നത് പോയതായിരുന്നു. അന്നേരം അങ്ങനെ പറഞ്ഞ് 2 പല്ലെടുക്കണം. ഞാൻ പറഞ്ഞ പല്ലെടുത്തുള്ള പരിപാടിയൊന്നും വേണ്ടെന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും വന്നേ ഇല്ലയോ, അപ്പൊ പിന്നെ മേളി കമ്പിയിട്ടേക്കെ. മേളി ഉന്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മേളിൽ അന്നങ്ങ് കമ്പിയിട്ടു. വലിയ ഉന്തലൊന്നും ഉണ്ടായിരുന്നില്ല. അത് പോയ സ്ഥിതിക്കൊന്ന് കമ്പിയിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് കമ്പി ഇട്ടിട്ട് വന്നു, അത്രയേ ഉള്ളൂ. ബ്രോയുടെ ഫാനാണ്, ഇതുപോലെ തന്നെ പൊക്കോളും. ഹില, താങ്ക് യു. താങ്കൾ പണത്തെ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ പണത്തെ സ്നേഹിക്കാത്ത ആൾക്കാരാണുള്ളത്? പണമില്ലെങ്കിൽ പണം വേണം. ബാൾഡ് ആണോ? യെസ് ഐ ആം. ഇത് ബാൾഡ് ആണെങ്കിൽ ഞാൻ ബാൾഡ് ആണ്, ഇത് ബാൾഡ് അല്ലെങ്കിൽ ഞാൻ ബാൾഡ് അല്ല. വൈ ആർ ഹാറ്റ് എവറി വീഡിയോ? ഹാറ്റ് ഒരു ഹരമാണ്. അതൊരു ഇതായിട്ട് മാറി. എന്താ, എൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറി. ഞാനിപ്പോൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ആളെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. തൊപ്പിയില്ലാത്ത ലുക്കാണ്. കണ്ടോണ്ടിരിക്കുമല്ലോടാ, കണ്ടൂടെ? ക്രാഫ്റ്റ് മല്ലു. യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്ന വീട്ടുകാരുടെ അഭിപ്രായം. ധ്യാൻ, വീട്ടുകാർക്ക് ഇപ്പം നല്ല അഭിപ്രായമാണ്, പൈസ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട്. പണ്ട് വലിയ അഭിപ്രായം ഇല്ലെന്ന് തോന്നുന്നു. വോളിമല്ലോ, ബിഗ് ബോസിൽ ഇല്ലടാ ബ്രോ. ലൈൻ ഉണ്ട്. ലൈൻ ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു 3 ഫേസും 2 ഫേസും പോകുന്നുണ്ട്. എന്റെ പൊന്നെ. അങ്ങനെ തോന്നിയിട്ടൊന്നും ഇല്ലടേ. ആൾക്കാരെ വിമർശിക്കുമ്പോൾ തെറ്റാണോ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ചിയർ, ഇതെങ്ങനെ വായിക്കുന്നു? സോറി, എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ലബീബാച്ചി, ഹായ്, ഹേ അനന്തു, ലവ് യുവർ കണ്ടന്റ് ആൻഡ് ഐ എം അഡിക്റ്റഡ് ടു യുവർ വീഡിയോസ്. ഫുഡ് കഴിക്കുമ്പോൾ അനന്തുവിന്റെ റിയാക്ഷൻ വീഡിയോ വേണം, ദാറ്റ് മച്ച് ഒബ്സസ്ഡ്. ദ ക്വസ്റ്റ്യൻ ഐ വാണ്ട് ടു ആസ്ക്, റിയാക്ഷൻ വീഡിയോ എടുക്കുന്ന പ്രോസസ്സിങ്ങിന്റെ ഒരു വ്ലോഗ് ആയിട്ട് കാണിക്കും. ഓഫ് കോഴ്സ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. RRB ALP എക്സാം എഴുതുന്നുണ്ടോ? എന്തെങ്കിലും ഗവൺമെന്റ് എക്സാം ലിസ്റ്റിലും ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആൻസർ. വ്ലോഗിങ് ചാനൽ ഹോം ടൂർ ചെയ്യുമോ? ഓഫ് കോഴ്സ് നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡ്രീം ജോബ്, ഡ്രീം കാർ, അങ്ങനെയൊന്നും ഇല്ലടാവേ. ഡ്രീം കാറായിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഏതെങ്കിലും നല്ലൊരു വണ്ടിയോ സേഫ് ആയിട്ടുള്ളൊരു വണ്ടി എടുക്കണം. അങ്ങനെ ഞാൻ അത്ര ഒരു കാർ പ്രേമിയൊന്നും അല്ല. ഡ്രീം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഉള്ള ജോബിനകത്ത് നമ്മുടെ ഡ്രീം എല്ലാം നടക്കണം, അതേ ഉള്ളൂ. ചിന്നു, ലൈഫ് ഓഫ് അനന്തു ചാനൽ സ്റ്റാർട്ടിങ് കുറച്ച് വീഡിയോസ് ഇല്ല, നൈറ്റ് വീഡിയോസ് കറങ്ങാൻ പോകുന്ന. അപ്പോൾ മറ്റേ വ്ലോഗിങ് ചാനലിലും പ്രതീക്ഷിക്കാം. ഓക്കെ, അതിനകത്ത് അങ്ങനെയുള്ള വീഡിയോസ് ഇടാം കേട്ടോ. ഇപ്പോഴും നൈറ്റ് ബീച്ചിലൊക്കെ വിഷയം വരുമ്പോൾ
അങ്ങനൊന്നും പോകുന്നത് വിഷമം പറ്റുമ്പോൾ ഞാൻ സാറിന് ഫുഡ് കഴിക്കാതെ പോകാറ്. നാട്ടിലൊക്കെ വീഡിയോസ് കണ്ട് എന്താ അവരുടെ സൈഡിലുള്ള സപ്പോർട്ട്. നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും ഞാൻ യൂട്യൂബറാണെന്ന് വലിയതായിട്ട് അറിയത്തൊന്നുമില്ല. അവരിപ്പോഴും വിചാരിച്ചേക്കുക ഞാൻ ഗൾഫിലാണെന്നാണ്. മറ്റേ സ്പൂൺ മേക്കൊക്കെ എന്താ ഇപ്പോൾ ഞാൻ പണ്ട് എൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പൂണിനകത്ത് മൈക്ക് പിടിച്ചോണ്ടിരുന്നത്. അത് നമ്മുടെ പഴയ സബ്സ്ക്രൈബർ ആണല്ലോ ചിന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. യൂട്യൂബിൽ ഇത്രയും റീച്ചായി കഴിഞ്ഞുള്ള ലൈഫ് എങ്ങനെയാണ്? വളരെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഇപ്പോൾ ബോഡി ഹെൽത്ത് ഒക്കെ ബേസ് ഒക്കെ ഓക്കെ ആണോ? വലിയ പ്രശ്നമാണ്. തൊപ്പി കളക്ഷൻ ഒന്ന് കാണിക്കുമോ? കാര്യം ചോദിച്ചിട്ട് ഇപ്പോഴും തൊപ്പി വെക്കണേ ഞാൻ പറയുന്നുണ്ട്. എപ്പോഴും ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഇല്ല. തൊപ്പി കളക്ഷൻ ഞാൻ കാണിക്കാം, വെയിറ്റ്. തൊപ്പി കളക്ഷൻ കാണിക്കാം. ബാഗ് കിടക്കുന്നുണ്ടോ? ഇതൊരെണ്ണം പ്യൂമയുടെ ആണ്. നെക്സ്റ്റ് ഇത് HMന്റെ ആണ്. ഇത് അർബൻ മങ്കിയുടെ ആണ്. ഈ കുരങ്ങിന്റെ പടമുള്ള എല്ലാം അർബൻ മങ്കി കേട്ടോ. ഇതും അർബൻ മങ്കിയ. അയ്യോ, ഇതും അർബൻ മങ്കിയ. ഇതും അർബൻ മങ്കിയ. ഒരെണ്ണം ഉണ്ടല്ലോ, ഇത് HMന്റെ ആണ്. H&M ഉണ്ടല്ലോ അതിന്റെ. യുവർ ഫസ്റ്റ് ജോബ് പ്ലീസ്. ഞാൻ ഡൊമിനോസിൽ ഡെലിവറി ബോയ് വിത്ത് പിസ്സ മേക്കർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ ജോബ്. ബിടെക് കഴിഞ്ഞ് എറണാകുളത്ത് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത്, NDT പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ അവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കയറിയതായിരുന്നു. പിന്നെ അതങ്ങ് ഫുൾ ടൈം ആയി. ലക്ഷ്മി മേനോൻ ബ്രോ, വെൻ യു ആർ വിസിറ്റിംഗ് കൊച്ചി വന്നിട്ട് കുറെ കാലമായി. നമ്മൾ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇതിട്ടേക്കാം. അപർണ കെയും ചോദിച്ചു, ഏട്ടൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ എവിടെ നിന്ന് കിട്ടിയത്? ഹൗ ഡിഡ് യു ഷേപ്പ് യുവർ സെൽഫ് വിത്ത് സോ മച്ച് ഹ്യൂമർ? ഞാൻ അത്ര ഹ്യൂമർ ആണോ? എനിക്കറിയില്ല, ഇടണോ. പിന്നെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സംസാരമാണ്. അത് ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയതാണ് ഒരുപാട്. എൻ്റെ സംസാര രീതിയിലെ കുറെ മാറ്റങ്ങൾ, എൻ്റെ ബിടെക് ലൈഫ്, ആ ഒരു ഫ്രണ്ട് സർക്കിള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ശ്വേത ജോൺസൺ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ, ബ്രോ ഹൗ ഡിഡ് യു ഫൈൻഡ്? നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തു എന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം. 2.5 മണിക്കൂറായിട്ട് നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് സമയം മൂലം, ദൈർഘ്യം കൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്. സോറി ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര നീളമുള്ള ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ പരിപാടിയാണ് ഇത്രയും ലെന്തി ഒരു വീഡിയോ എടുക്കുന്നത്. സോ ഇത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് 2.5 മണിക്കൂർ ഇപ്പം തന്നെ കട്ട് ചെയ്യാൻ നല്ല സമയം എടുക്കുമായിരിക്കല്ലേ. അയ്യോ, നേരത്തെ തൊപ്പിയുടെ കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു തൊപ്പിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കാണിക്കാൻ വിട്ടുപോയി. ഇതൊരു തൊപ്പിയാണ്. അങ്ങനെ മൊത്തം എത്ര ഉണ്ട്? 4. പിന്നെ രണ്ടെണ്ണം അകത്തിരിപ്പുണ്ട്. അത് ചീത്തയായിപ്പോയി, അതുകൊണ്ട് അത് യൂസ് ചെയ്യാറില്ല. നമ്മുടെ ആദ്യത്തെ വ്ലോഗിനകത്ത് അതായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റോഡ്സ്റ്റർ എന്ന് പറയുന്നൊരു കമ്പനിയുടെ. 4 ഇപ്പം 8 തൊപ്പിയുള്ളൂ ഗൈസ്. 8 തൊപ്പി. ഇത്ര ഷഡ്ഡി പോലും എനിക്കില്ല. 8 തൊപ്പിയുണ്ട്. 8 ഷർട്ട് എനിക്കില്ല. 8 പാൻറ് എനിക്കില്ല. പക്ഷെ 8 തൊപ്പിയുണ്ട്. തൊപ്പി എന്താണ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടം വരില്ല നിങ്ങൾ കാണത്തുള്ളൂ. തലയിലിരിക്കുന്ന സാധനം നിങ്ങൾ കാണുമല്ലോ. അന്നേരം ഏറ്റവും പ്രസന്റബിൾ ആയിട്ട് നിൽക്കുന്ന സാധനം അതാണല്ലോ. അതുകൊണ്ടാണ് 8 അത് മേടിച്ചത്. 8 അല്ലെങ്കിൽ അതും മേടിക്കുന്നത്. 1 മേടിച്ചിട്ട് ഞാൻ ഡിസ്റ്റ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ Q&A. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലെന്തി ആയിപ്പോയെന്നറിയാം. ബട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ക്വസ്റ്റ്യന് മറുപടി കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തൊണ്ടയിൽ വെള്ളം പറ്റി. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഭ്രാന്ത് പിടിക്കുന്നു. അപ്പോൾ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.